അപ്പോൾ അങ്ങനെയാണ് അമ്പലപ്പുഴ പാൽപ്പായസം തുടങ്ങിയത് എന്നാണ് ഒരു ഐതിഹ്യം. 4ാമത്തെ കോളത്തിൽ അതിൻ്റെ ഇരട്ടി വെക്കും. അപ്പോൾ 64 കോളത്തിൽ എന്ത് വരുമെന്ന് നോക്കാം. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എൻ്റെ പേര് വിനിലും ഫിലിപ്പ്. ഞാൻ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളാണ് ഈ ചാനലിൽ ചെയ്യാറ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും അനുസരിച്ചാണ് കൂടുതൽ ആൾക്കാർക്ക് ഈ വീഡിയോ എത്തിച്ചേരുക. അപ്പോൾ ഉറപ്പായും ലൈക്കും കമൻറ്റും ചെയ്യുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് അഥവാ കൂട്ടുപലിശയെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റുപ്പി കോസ്റ്റ് ആവറേജിങ്ങിനെ പറ്റിയിട്ടായിരുന്നു. SIPയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റുപ്പി കോസ്റ്റ് ആവറേജിങ്ങിനെ പറ്റിയിട്ട്. ഈ ആഴ്ച മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അങ്ങനെ മ്യൂച്വൽ ഫണ്ടുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അതിൻ്റെ പവർ എന്താണ് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആദ്യം ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടല്ല, ശരിക്കും കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് അഥവാ കൂട്ടുപലിശ എന്താണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പവർ എന്താണ്, നമുക്കതെങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കൂട്ടുപലിശയെ പറ്റി പറയുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഏറ്റവും പവർഫുൾ എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നെന്ന് പറയുന്നത് ഒരു കൊട്ടേഷനാണ്, ഐൻസ്റ്റീൻ പറഞ്ഞൊരു വാചകമാണ്. രണ്ടെന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കഥയാണ്. നമുക്കറിയാം, ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് ഐൻസ്റ്റീൻ. അപ്പോൾ ഐൻസ്റ്റീൻ കൂട്ടുപലിശയെ പറ്റി പറഞ്ഞിട്ടുള്ളത് ലോകത്തിലെ തന്നെ 8ാമത്തെ അത്ഭുതം എന്നാണ്. ഇത് മനസ്സിലാക്കുന്നവർ ഇതിനെ നേടുന്നു, ഇത് മനസ്സിലാക്കാത്തവർ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു. ഐൻസ്റ്റീൻ കൂട്ടുപലിശ എന്തുകൊണ്ടാണ് ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്ന് പറഞ്ഞത്? അതേപോലെ തന്നെ ഇത് മനസ്സിലാക്കുന്നവർ ഇത് നേടുന്നു എന്ന് പറയുമ്പോൾ ഇത് പലർക്കും മനസ്സിലാകുന്നില്ല എന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് ഇത് ലോകത്തിലെ 8ാമത്തെ അത്ഭുതം? ഇത് എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പാട്, അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളത് നമുക്കടുത്തൊരു സ്റ്റോറിയിലൂടെ പറയാം. ഈ കഥയെന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റിനെ പറ്റി കേൾക്കുന്ന സമയം മുതൽ ഞാൻ കേൾക്കുന്ന ഒരു കഥയാണ്. ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ളൊരു കഥയാണ്. അതേപോലെ തന്നെ ഇത് വെറും ഒരു കഥ മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ അമ്പലപ്പുഴ പാൽപ്പായസം തുടങ്ങുന്നതിൻ്റെ ഒരു ഐതിഹ്യം കൂടാണ് ഈ കഥ. അപ്പോൾ കഥ ഇതാണ്. ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ താനാണ് എന്നൊരു അഹങ്കാരിയായിരുന്നു ഈ രാജാവ്. കൂടെയുള്ള പലർക്കും ഈ അഹങ്കാരത്തിനൊരു അറുതി വരുത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ രാജാവായതുകൊണ്ട് പലരും മിണ്ടാതിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് വേറൊരു സ്ഥലത്തു നിന്ന് ഒരു ബ്രാഹ്മണൻ ഈ രാജ്യത്തേക്ക് വന്നിട്ട് ഈ രാജാവിനെ ചതുരംഗം കളിക്കാൻ, അതായത് നമ്മുടെ ചെസ്സ് കളിക്കാനായിട്ട് വെല്ലുവിളിക്കുന്നു. അപ്പോൾ ബ്രാഹ്മണൻ ഒരു നിബന്ധന മുന്നോട്ട് വെച്ചു. അതായത് രാജാവ് തോൽക്കുകയാണെങ്കിൽ സമ്മാനമായിട്ട് അദ്ദേഹത്തിന് നെല്ല് മതി. പക്ഷേ ആ നെല്ല് ഒരു പ്രത്യേക രീതിയിലാണ് കൊടുക്കേണ്ടത്. അതായത് ചെസ്സിൽ മൊത്തം 64 കോളങ്ങളാണുള്ളത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കോളത്തിൽ 1 നെല്ല് വെക്കണം, 2ാമത്തെ കോളത്തിൽ 2 നെല്ല് വെക്കണം, 3ാമത്തെ കോളത്തിൽ അതിൻ്റെ ഇരട്ടി വെക്കണം, 4ാമത്തെ കോളത്തിൽ അതിൻ്റെ ഇരട്ടി. അതായത് ആദ്യത്തെ കോളത്തിൽ 1, 2ാമത്തെ കോളത്തിൽ 2, 3ാമത്തെ കോളത്തിൽ 4, പിന്നത്തേതിൽ 8, പിന്നത്തേതിൽ 16, പിന്നെ 32. അങ്ങനെ ഓരോ കോളം കഴിയുമ്പോഴും ഇരട്ടിച്ചിരട്ടിച്ച് വരുന്ന രീതിയിൽ അങ്ങനെ 64 കോളത്തിലെയും നെല്ല് തനിക്ക് സമ്മാനമായിട്ട് കിട്ടിയാൽ മതി എന്ന് ബ്രാഹ്മണൻ പറഞ്ഞു. നിബന്ധനയൊക്കെ കേട്ട രാജാവ് കരുതിയത് ഈ ബ്രാഹ്മണനൊരു മണ്ടനാണെന്നാണ്. കാരണം സ്വർണവും വെള്ളിയും ഒന്നുമല്ല ചോദിക്കുന്നത്, നെല്ലാണ് ചോദിക്കുന്നത്. അതും 1, 2, 4, 8 എന്നുള്ള രീതിയിൽ വളരെ ചെറിയൊരളവിലാണ് ചോദിക്കുന്നത്. അപ്പോൾ രാജാവും ബ്രാഹ്മണനും തമ്മിൽ ചതുരംഗ മത്സരം നടന്നു. അവസാനം രാജാവ് തോറ്റു. അപ്പോൾ പന്തയം പറഞ്ഞതാണല്ലോ, സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞു. അളക്കാൻ ആൾ വന്നു. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ 1 നെല്ല് വെച്ചു, 2ാമത്തെ കോളത്തിൽ 2 നെല്ല് വെച്ചു, 3ാമത്തെ കോളത്തിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് 4 നെല്ല് വെച്ചു, പിന്നത്തേതിൽ 8 വെച്ചു. അങ്ങനെ നെല്ല് വെച്ച് ഒരു 32ാമത്തെ കോളമായപ്പോഴത്തേക്ക് ആ രാജ്യത്തെ നെല്ലെല്ലാം തീർന്നു. അപ്പോഴാണ് രാജാവിന് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. ഇത് 1, 2, 4 എന്ന് പറഞ്ഞ് പോയാലും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ നിൽക്കില്ല എന്ന് രാജാവിന് മനസ്സിലായി. അതേപോലെ തന്നെ ഈ വന്നിരിക്കുന്ന ബ്രാഹ്മണൻ ഒരു സാധാരണക്കാരനല്ലെന്നും രാജാവിന് മനസ്സിലായി. അന്നേരം രാജാവിൻ്റെ മുന്നിലിരുന്ന ബ്രാഹ്മണൻ രൂപം മാറി ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് മാറി. എന്നിട്ട് രാജാവിനോട് തൻ്റെ അവതാര ലക്ഷ്യം എന്താണെന്ന് അറിയിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ നെല്ല് എന്തായാലും രാജാവിന് ഇപ്പോൾ തന്നു തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കടമാക്കി വെച്ചുകൊണ്ട് എല്ലാ ദിവസവും തനിക്ക് പാൽപ്പായസമായിട്ട് ഇത് അമ്പലത്തിൽ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അമ്പലപ്പുഴ പാൽപ്പായസം തുടങ്ങിയത് എന്നാണ് ഒരു ഐതിഹ്യം. അപ്പോൾ എന്തുകൊണ്ടാണ് രാജാവിന് ആ 64 കളത്തിലെ നെല്ല് കൊടുക്കാൻ പറ്റാഞ്ഞതെന്നും ആ 64 കോളത്തിൽ നെല്ല് നിറച്ചിരുന്നെങ്കിൽ എത്രയും വരുമായിരുന്നെന്നും നമുക്കൊരു എക്സലിലൂടെ നോക്കിയിട്ട് വരാം. കാരണം അത് വാക്കുകളിലൂടെ പറയാൻ പാടായതുകൊണ്ട് നമുക്കൊരു എക്സലിലൂടെ നോക്കിയിട്ട് വരാം. അപ്പോൾ ആ ചെസ്സിന്റെ പ്രോബ്ലം എക്സലിൽ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് നോക്കാം. ഇത് എക്സലിൽ കാണിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയ്ക്ക് വലിയൊരു നമ്പറാണ് വരുന്നത്. പറയാൻ പാടായതുകൊണ്ടും അതേപോലെ തന്നെ ഇത് എങ്ങനെ വർക്ക് ആവുമെന്ന് കാണിക്കാനുമാണ് എക്സലിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെസ്സിനറിയാം 64 കോളമാണുള്ളത്. അപ്പോൾ 64 കോളം നമുക്ക് എടുക്കാം. അപ്പോൾ 64 കോളം റെഡി.
അപ്പോൾ ആദ്യത്തെ കോളത്തിൽ 1 വെക്കുന്നത്, രണ്ടാമത്തെ കോളത്തിൽ 2 നെല്ലാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യത്തേതിൻ്റെ ഇരട്ടി. മൂന്നാമത്തെ കോളത്തിൽ അതിൻ്റെ ഇരട്ടി വെക്കും. നാലാമത്തെ കോളത്തിൽ അതിൻ്റെ ഇരട്ടി വെക്കും. അപ്പോൾ 64 കോളത്തിൽ എന്ത് വരുമെന്ന് നോക്കാം. അപ്പോൾ 64 കോളത്തിൽ വരുന്ന നമ്പർ എന്ന് പറയുന്നത് വളരെ വലിയൊരു നമ്പറാണ്. അത് നമുക്ക് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ തുടക്കത്തിൽ നോക്കിയാൽ അറിയാം, അത് 1 വെക്കുന്നുള്ളൂ. അത് 2 ആവുന്നു, 4 ആവുന്നു, 8 ആവുന്നു, 16 ആവുന്നു, 32, 64. ആദ്യമുള്ളതൊക്കെ വളരെ ചെറിയൊരു രീതിയിലാണ് പോകുന്നത്. വൺസ് അത് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വളരെ വലിയ നമ്പറിലേക്ക് പോവാണ്. 32ാമത്തെ കോളത്തിൽ തന്നെ ഏകദേശം 2 ബില്യൺ ഉണ്ട്. അതായത് 10 ഡിജിറ്റുള്ളൊരു നമ്പറാണ്. അതായത് 200 ലക്ഷം. കഥയിലെ കണക്കനുസരിച്ചാണ് 200 ലക്ഷം റൈസ് വെച്ചാൽ മാത്രമേ 32ാമത്തെ കോളം മാത്രം നമുക്ക് നിറയത്തുള്ളൂ. വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 39ാമത്തെ കോളത്തിൽ തന്നെ നമ്മുടെ ലോക കോടീശ്വരൻ്റെ അത്രയും തന്നെ ഉണ്ട്. അതായത് 280, 274 ബില്യണോളം വരും. 12 ഡിജിറ്റ് ആണ് ഉള്ളത്. ഇപ്പോൾ 1ാമത്തെ കോളത്തിൽ നമ്മൾ 1 രൂപയാണ് വെക്കുന്നതെങ്കിൽ അത് 39 വട്ടം ഡബിൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കറണ്ട് ലോക കോടീശ്വരൻ്റെ അത്രയും തന്നെ ഉള്ളൊരു എമൗണ്ട് വരും. അത് കഴിഞ്ഞാൽ 41ാമത്തെ കോളത്തിൽ തന്നെ 1 ട്രില്യൺ ക്രോസ് ചെയ്യുന്നുണ്ട്. 59ാമത്തെ കോളത്തിൽ 1 ക്വിൻട്രില്യൺ എന്ന് പറയുന്നൊരു നമ്പർ ക്രോസ് ചെയ്യുന്നുണ്ട്. 64ാമത്തെ കോളത്തിലാണ് 9 ക്വിൻട്രില്യൺ, അതായത് 19 ഡിജിറ്റ് ഉണ്ട്. ഈ 64 കോളം കൂടെ കൂട്ടുകയാണെങ്കിൽ 18 ക്വിൻട്രില്യൺ, അതായത് ഒരു 20 ഡിജിറ്റ് നമ്പറാണ് വരുന്നത്. അതായത് ഇതെന്ന് പറഞ്ഞാൽ മില്യണും അല്ല, ബില്യണും അല്ല, ട്രില്യണും അല്ല, ക്വിൻട്രില്യൺ എന്ന് പറഞ്ഞൊരു നമ്പറാണ്. ഇതിപ്പോൾ മലയാളത്തിൽ പറയാൻ തന്നെ നമുക്ക് അറിയില്ല, അത്രയ്ക്ക് വലിയൊരു നമ്പറാണ്. നീ കാണുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇനി 18 ക്വിൻട്രില്യൺ ഈ കണക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ലോകത്ത് മൊത്തം നിർമ്മിക്കുന്ന അരിയുടെ 2000 ഇരട്ടി വരും. അതായത് ആ ഒരു കടം കൊടുത്തു തീർക്കണമെങ്കിൽ ഇപ്പോൾ ലോകത്ത് മുഴുവൻ ഉണ്ടാക്കുന്ന റൈസും അത് പിന്നെ 2000 ഇരട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കടം, അതായത് ഈ പന്തയം തീരത്തുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും അരി ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ മുഴുവൻ സ്ഥലത്തും 1 മീറ്റർ ഹൈറ്റിൽ വിതറാനുള്ള അത്രയും അരിയുണ്ട്. ഇപ്പോൾ നിങ്ങളായിരുന്നെങ്കിലും വിചാരിച്ചിരുന്നോ, അതായത് 1 തുടങ്ങുന്ന ഒരു സംഭവം വളർന്ന് ലോകത്തില്ലാത്ത പോലത്തെ വലിയൊരു നമ്പറിലേക്ക് എത്തുമെന്ന്? അപ്പോൾ അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ പറഞ്ഞത് ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്നും ഇത് മനസ്സിലാക്കുന്നവർ ഇതിനെ നേടുന്നത്. ഇനി ഇതിനെ ചാർട്ടായിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ഈ നമ്പറെല്ലാം ഒന്ന് സെലക്ട് ചെയ്യാം. നമുക്കൊരു ലൈൻ ചാർട്ട് നോക്കാം. നമുക്കാണെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, പക്ഷെ ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. അതായത് തുടക്കത്തിൽ ഇതൊരു ഫ്ലാറ്റാണ്, പക്ഷെ വൺസ് ഇത് കയറിക്കഴിഞ്ഞാൽ ഒരു റോക്കറ്റ് പോകുന്ന പോലെ അങ്ങ് പോവുകയാണ്, ഒരു എൻഡ് ഇല്ലാത്തതുപോലെ പോവുകയാണ്. അപ്പോൾ ഇതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് കോമ്പൗണ്ടിങ് എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് പറയാൻ ഉദ്ദേശിച്ചത്. എന്താണ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ്, ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നതായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും നമുക്ക് കൂടുതൽ റിട്ടേൺ എങ്ങനെ നേടാമെന്നുള്ളൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെടുന്നതായിട്ട് തോന്നിയെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും അനുസരിച്ചായിരിക്കും കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരുക. അതേപോലെ തന്നെ എൻ്റെ പഴയ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഐ ബട്ടൺ ചെക്ക് ചെയ്ത് അതും കാണുക. അപ്പോൾ അടുത്ത ആഴ്ച കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഫിനാൻസ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.